കേശു കേശു എടാ നീ രാവിലെ മുതൽ കിടക്കുവന്നല്ലോ, എന്തു പറ്റി? നീ ചായ കുടിച്ചോ? കുടിക്കാമെന്നോ? ഇപ്പം മണി 9 ഇതിന്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം ചായ കുടിക്കണമെന്ന് സമയം കഴിഞ്ഞു. ബാ, ഇഡലിയും സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിക്കാം. വേണ്ട അമ്മൂമ്മ. നിനക്ക് എന്തെങ്കിലും വയ്യായി ഉണ്ടോ? എനിക്കൊരു ഒരു കുഴപ്പമില്ല അമ്മൂമ്മ. എന്നാ വാ, എണീറ്റ് അങ്ങോട്ട് വായേ. വരെ അമ്മ പോ. ബാ. കേശു 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 എന്താ കിടക്കണ? എന്ത് കിടക്കണ? ക്ഷീണം, അതുകൊണ്ട് കിടക്കണ്. എന്ത് നിനക്ക് ഇത്ര ക്ഷീണം? രാത്രി ഉറക്കം ശരിയായില്ല. അതെന്ത് രാത്രി ഉറക്കം ശരിയാവാത്ത? ഉറങ്ങാൻ പറ്റാത്തോണ്ട്. അതെന്ത് ഉറങ്ങാൻ പറ്റാത്ത? എന്തുകൊണ്ടോ ഉറങ്ങാൻ പറ്റിയില്ല, അത് എനിക്ക് എങ്ങനെ അറിയാം? അല്ല, എന്താണ് കഴിക്കാൻ? ഇഡലി സാമ്പാർ. അമ്മോ പോളി, നീ കഴിച്ചാ? ഇല്ല. അതെന്ത് കഴിക്കാത്ത? എനിക്ക് വിശക്കണില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അതെന്ത് വിശക്കാത്ത? അമ്മായി ഇത് എല്ലാം ഒരുമാതിരി അതിശയം പോലെ ചോദിക്കണേ. എന്തിനാണ് അമ്മായിയുടെ പ്രശ്നം? എനിക്ക് വിശക്കണില്ല, ഞാൻ കഴിക്കണില്ല. പക്ഷെ എനിക്ക് വിശക്കണ്ട. പിന്നെ പോയി തിന്ന്. ഇവിടെ എല്ലാരും കഴിച്ചു, എനിക്ക് കമ്പനി ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ വന്ന ഒരു കമ്പനിയാവും. ആ വാഴക്കാല ജംഗ്ഷൻ ഇപ്പൊ ഒരു 5-6 പേരെ വിളിച്ചോണ്ട് വാ കമ്പനിക്ക് ചെല്ല്. നീ എന്ത് കിടക്കുവാണോ? അല്ല, ഞാൻ കിളക്കണി. നീ വന്ന കാര്യം പറ ശിവ. എന്താണ് പതിവില്ലാണ്ട് കിടത്തൊക്കെ സമയത്ത്? നീ ഈ സമയത്ത് ഇങ്ങനെ കിടക്കാറില്ലേ? അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടോ നിന്നോട്? ഞാൻ ഈ സമയത്ത് കിടന്നോ ഇല്ലെന്നല്ലോ ഞാൻ ചോദിച്ചേ. നീ എന്താണ് പതിവില്ലാണ്ട് ഈ സമയത്ത് കിടക്കുന്നത്? എന്താണോ പറ്റിയത്? വയ്യ നിനക്ക്? വയ്യടി, എനിക്ക് വയ്യ, എനിക്കാണ് വയ്യായി. അപ്പൊ നീ എന്തായിരുന്നു ഇങ്ങോട്ട് എഴുന്നള്ളിയേ? വയ്യെന്ന് ചോദിക്കാനാണ്? അയ്യോ, സാറോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ആ വായിലിരിക്കണ വർത്താനം കേട്ടപ്പോഴത്തേക്കും തൃപ്തിയായി എനിക്ക്. തൃപ്തിയായല്ലോ, പിന്നെ മിണ്ടാ പോടും. നോക്കടാ, നീയും വരും എന്റെ അടുത്തേക്ക്. ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞോണ്ട്. അപ്പൊ ഞാൻ നല്ലത് തരാം കേട്ടാ. നീ ഇന്നുവരെ ഞാൻ തെറി വിളിച്ചു കേട്ടിട്ടില്ലല്ലോ നിന്നെ. അധികം വൈകാണ്ട് നീ കേട്ടോളൂ. തെറി വിളിക്കാറില്ല. അയ്യോ, ഞാൻ ഇത്രയും കാലം ഈ ഭൂമി മലയാളത്തിലല്ലോ ജീവിച്ചത്. അന്യഗ്രഹ ജീവിയാണല്ലോ ഞാൻ. പിന്നെ പോടി, വരുമ്പോ തെറി വിളി പോ. ഇതൊക്കെയാണ് തെറിയാവണ്ട. എന്താണ് പ്രശ്നം? എന്താടാ നീ ഭക്ഷണം കഴിച്ചില്ലെന്ന് പറഞ്ഞ് അത് ചോദിക്കാൻ വേണ്ടി വന്നതാ. കഴിക്കണല്ലേ? കഴിക്കാ. ഇപ്പൊ വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ കഴിക്കണില്ല എന്ന് പറഞ്ഞില്ലല്ലോ. എന്നാലേ കറിയില്ല. ഇഡ്ഡലി നീ വല്ല പഞ്ചസാരയിലും മുക്കി കഴിച്ചാൽ മതി. ഞാൻ കഴിച്ചില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ല. എല്ലാരും ഒന്ന് ചോദിച്ചു പോയല്ല. പിന്നെ എനിക്ക് വേണ്ടി കുറച്ച് സാമ്പാർ മാറ്റി വെച്ചാ എന്തായിരുന്നു പ്രശ്നം? നിനക്ക് വിശക്കുമ്പോഴേ നീ ബാക്കിയുള്ളവർ ഇവിടെ കഴിച്ചോ ഇല്ലയോ എന്നൊന്നും നോക്കാറില്ലല്ലോ. മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങാറല്ലേ പതിവ് അല്ലേ? ഒരു കാര്യം ചെയ്, എല്ലാ ഉപ്പും മുളകിലും വെളിച്ചെണ്ണയൊക്കെ ചാലിച്ച് ഇഡ്ഡലി മുക്കി കഴിക്കും. എന്താണ് നിന്റെ പ്രശ്നം? ഓ, മെർലിൻ വിളിച്ചു കാണൂലല്ലേ? മോനെ കേശു, പാറമടയിലേ ഒരു തെക്കൻ കാറ്റ് കിടന്ന് വീശുന്നുണ്ട്. അത് തേപ്പിന്റെ കാറ്റാ. ആ തേപ്പിന്റെ കാറ്റ് അടിക്കണത് അങ്ങ് ദുബായില്. തന്റെ ഭർത്താവുണ്ടല്ലോ, ഭർത്താവ് തന്നെ മണല് വാരി തേച്ചോണ്ടിരിക്കുകയാണ്. അങ്ങേർക്ക് അവിടെ നല്ല ഭാര്യ മക്കളും കുട്ടികളാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങോട്ട് വരാത്തത്. മനസ്സിലായോ? താൻ ഇവിടെ കിടന്ന് ഇങ്ങനെ മൂത്തരച്ച് പോകത്തേ ഉള്ളൂ. ആണോ? എന്നാലേ മെർലിനെ വേറെ ആരെങ്കിലും ഒക്കെ കെട്ടിക്കൊണ്ട് പോകണ്ട. എന്നിട്ട് നീ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞോണ്ട് കിടക്കും നോക്കി. ചേട്ടാ, ചേട്ടൻ കഴിക്കുന്നില്ലേ? വേണ്ട. ചേട്ടൻ മിണ്ടാട്ടാ എന്തായാലും. ഞാൻ എന്തിനും മിണ്ടായി? ഞാൻ ഒരു കാര്യം ചെയ്യാം, നിന്റെ കൂടെ കൂവി അലച്ചോണ്ട് നടക്കാം. പ്രശ്നം കഴിയും നിന്റെ. ചേട്ടാ, ചേട്ടൻ സാധാരണ മിണ്ടൂലേ, അതുപോലെ മിണ്ടാനാ ഞാൻ പറഞ്ഞു. നീ ഒന്നും മിണ്ടാ നടക്കൂ ദേവി, എന്റെ പൊന്നു മാറുവേ. എന്താ ഹായ് ഹായ് മെർലിൻ ചേച്ചി.
മെർലിൻ ചേച്ചി അവിടെ പോയതാ? ഞാൻ ഇവിടെ ഈ പാലച്ചൂട് വരെ പോയതാ ഫ്രണ്ടിന്റെ വീട്ടില്. നിങ്ങൾ എവിടെ പോയതാ? എനിക്ക് മിഠായി വേണമെന്ന് പറഞ്ഞപ്പോ കേശവൻ എന്നെ വിളിച്ചോണ്ട് പോയി മിഠായി മേടിച്ചെന്നെ. എന്നാ ഒരെണ്ണം ചേച്ചി കഴിച്ചോ. താങ്ക് യു. വെൽക്കം. അല്ല കേശു, നിനക്ക് മിഠായി വേണ്ടേ? വേണ്ട. സാധാരണ നീ എന്ത് കിട്ടിയാലും കഴിക്കുന്നതാണല്ലോ. നൂറ്റി അതല്ലേ ഞാനും ചോദിച്ചോണ്ടിരിക്കുന്നേ. ഞാൻ ചോദിക്കുമ്പോ വേണ്ട വേണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്ക. അതെന്താ? രാവിലെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്റെ മുഖത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ചോദിച്ചപ്പോ പറയാ ബ്രേക്കപ്പിന്റെ ഡിസ്പ്രഷൻ ആണെന്ന്. ആ എന്താ മെർലിൻ ചേച്ചി? നീ വീട്ടിലോട്ട് പോയാ പറ. ചേച്ചി നാളെ മറ്റന്നാളെ എങ്ങോട്ടോ പോണെന്ന് പറഞ്ഞ് ബാംഗ്ലൂര് പോവാ. ഇനി 1 മാസം കഴിഞ്ഞേ വരൂ. പോയി അടിച്ചു വിളിച്ചിട്ട് വാ. ചേച്ചി വീട്ടിലോട്ട് വരണേ. വരാം വരാം വരാം. നീ ചെല്ലു വീട്ടിലോട്ട് കേട്ടാ. വീട്ടിൽ പോകുമ്പോ കുറച്ച് വീട്ടിൽ തന്നെ പോണേ. പാറമണയോടൊപ്പം തലയിട്ടിക്കല്ലേ. ഇല്ല. നീ മൊത്തത്തില് ഡെസ്പാണല്ലോ. അങ്ങനെ ഡെസ്പൊന്നും ഇല്ല. ഞാനപ്പോ ബാംഗ്ലൂര് കസിന്റെ വീട്ടിലാണോ സ്റ്റേ ചെയ്യുമ്പോൾ? അവിടെ ഒരു കമ്പനിയിൽ ഏതെങ്കിലും ജോലി നോക്കണം. കാരണം പുറത്തു പോകുന്നതിന് മുമ്പ് ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ. നല്ല കാര്യമാണ്. നല്ല ആ ഞാൻ ഇവിടുന്ന് ഇവിടെ പോയാലോ എന്നിങ്ങനെ ആലോചിക്കായിരുന്നു. നമ്മുടെ പടവലത്തെ അവിടെ പോയി നിന്ന് കഴിയുമ്പോൾ അപ്പൂപ്പിനെ കൃഷിയിലൊക്കെ സഹായിക്കാമല്ലോ. നമ്മൾ കോളേജിലും പോകാൻ കുഴപ്പമൊന്നുമില്ല. അവിടെ ആണെങ്കിൽ കുറെ പറമ്പ് പാകപ്പെട്ടതായ കാട് പിടിച്ച് കിടപ്പുണ്ട്. അവിടെ കൃഷി ഇറക്കാന്ന് വിചാരിച്ചു. കേശു, നീ അവിടെ കൃഷി ഇറക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഉള്ളത് നശിപ്പിക്കില്ല കേട്ടാ. ഞാൻ ബാംഗ്ലൂർ ഏതോ കമ്പനി വർക്ക് ചെയ്യാൻ പോണെന്നല്ലേ പറഞ്ഞേ. സാധാരണ താൻ കാലെടുത്ത് വെക്കണ സ്ഥലമൊക്കെ കുട്ടിച്ചോറാവാനാണ് പതിവ്. രണ്ട് സൂക്ഷ്യം കണ്ടൊക്കെ പോണേ. പാവം പിടിച്ചമാര് ജീവിച്ച് പോട്ട്. ഓ അങ്ങനെ. എന്നാ ശരി, ഞാൻ പോയേക്കാം. നമ്മളിവിടെ നിൽക്കുന്നതേ ഡാഡിയുടെ വല്ല ഫ്രണ്ട്സും കണ്ടാ പിന്നെ ഫുൾ സീനാവും. അല്ല, നമ്മൾ തമ്മിലിപ്പോ ഒന്നുമില്ല, എന്നാലും വെറുതെ എന്തിനാ. അല്ല, ഒന്നുമില്ലെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഭാവിയിൽ സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുവാണെങ്കിൽ അന്നും നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ? നീ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ചില ഓർമ്മകൾ ഇങ്ങനെ തൊലയിൽ കൂടെ കയറിപ്പോ, അത്രേ ഉള്ളൂ. വേറെ വിഷയമൊന്നുമില്ല. താൻ എനിക്ക് തന്ന സാധനങ്ങളെ ഞാൻ തിരിച്ചുതരാം. ഇപ്പോൾ ഞാൻ തന്ന ഗിഫ്റ്റുകൾ താൻ എനിക്ക് തിരിച്ചുതരാം കേട്ടോ. ഓക്കെ. മഴ വരാൻ സാധ്യതയുണ്ട്. ഞാൻ വീട്ടിൽ പോയിട്ട് അടുത്ത മഴ നനയുന്നതിന് മുമ്പ് വീട്ടിൽ കയറാം. ആ മെർലിൻ, താൻ എനിക്ക് തന്ന പഴയ എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. താൻ വന്നാൽ മതി. ഒരു കാര്യം ചെയ്യും, ഗേറ്റിനോട് വന്നാൽ ഞാൻ ഇപ്പം കൊണ്ട് കൊണ്ടുവന്ന് തരാം. വീട്ടിലോട്ട് വരണോ? അതിനിപ്പോൾ എന്താ? പക്ഷേ എനിക്ക് സമയമില്ല. എനിക്കൊരു സ്ഥലം വരെ അർജന്റായിട്ട് പോകാനുണ്ട്. താൻ പെട്ടെന്ന് പറയാം കേട്ടോ. ശരി, ടൈമില്ലാത്തതുണ്ടോ? പെട്ടെന്നേ. ആ ശരി. கேசு சாயா. താങ്ക്സ് കനാൻഡി. டேய் யார் இங்க வராங்க? മറ്റേ കൊച്ച്. மத்தே கொச்சா? எந்த கொச்சு? മെർലിനില്ലേ, അവള് കാരണം. ஆ மெர்லினா? அவ தானே எங்கேயோ போறான்னு சொன்னாங்க. ആ നാളെ മറ്റന്നാളെ എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ. எங்க போறா? அப்படின்னா நீயும் போவியா? എടാ, പാറു എന്ന് പറഞ്ഞ് നീയും മെർലിനും കൂടെ റോഡിൽ നിന്ന് സംസാരിക്കുന്നുണ്ടെന്ന്. ആ കുറച്ചു നേരം സംസാരിച്ച്. അപ്പൊ പറഞ്ഞില്ലേ ആ കൊച്ചെങ്ങോട്ടാ പോന്നേന്ന്? അവൾ എന്താ ബാംഗ്ലൂർ വരെ എങ്ങണ്ടാ പോണ്. എന്തോ വർക്കിന്റെ കാര്യത്തിനോ അതെന്തോ ജോലിക്കോ എങ്ങണ്ടാ പോണ്. கேசு அப்படின்னா நீயும் பெங்களூர் போ. அவளோட ரிலேட்டிவ்ஸ் எல்லாம் அங்கத்தானே இருக்கா. அவளுக்கும் அங்க வேலை கிடைக்கும், உனக்கும் அங்க வேலை கிடைக்குமேடா. എനിക്ക് ആ ലോജിക്ക് ഇങ്ങോട്ട് മനസ്സിലായില്ല. അവളുടെ റിലേറ്റീവ്സ് അവിടെ ഉണ്ട്, അവള് ബാംഗ്ലൂരിൽ പോണ്. നിങ്ങളോട് ഞാൻ എന്തിനാണ് പോണത്? എനിക്ക് വല്ലവന്റെയും മറ്റേ കൊട്ടാശന് ജോലിക്ക് ആവശ്യമൊന്നുമില്ല. എടാ, നീ വലിയ ഷോ ഒന്നും കാണിക്കാതെ ആ കൊച്ചു പോകുമ്പോ എന്റെ കൂടെ പോയി രക്ഷപ്പെടാൻ നോക്ക്. അവളുടെ ചെലവില്. അമ്മുമ്മ, ഞാൻ പടവലം കുട്ടമ്പിള്ളയുടെ ചെറുമോനാണ്. നെയ്യാറ്റിങ്ങനെ ശൂലംകുട വീട്ടിൽ ബാലചന്ദ്രൻ തമ്പിയുടെ മോൻ. ചോനറത്തലെ വീട്ടിൽ ഭവാനി അമ്മമ്മയുടെ കൊച്ചുമോനുമാണ്. അങ്ങനെ എങ്ങനെയാന്ന് ഞാൻ ആർക്കും അടിമപ്പണി എടുക്കൂല. മെർലിന്റെ കാമുകൻ. അച്ഛാ, ആരെ വേറെ തൂക്കി തറ അടിക്കും ഞാൻ പറഞ്ഞ കേട്ടല്ലേ? അതെ, നിങ്ങക്ക് വേറെ ഒരു വേലയില്ല. അയ്യോ, മീൻകറി അടപ്പേരിക്കുന്നു. നീ ഇങ്ങോട്ട് പോരുന്നപ്പം കൂടി ഇങ്ങോട്ട് വന്നതാ. ഞാൻ പോവാന്നേ. டேய் கேசு, எதுக்கு எடுத்தாலும் இப்படி கோவப்படுற?
ഞാൻ അവിടെ കോവപ്പെട്ട് ഞാൻ അവിടെ മിണ്ടായിരിക്കല്ലായിരുന്നു. എല്ലാം കയ്യിന്ന് പോയി കിടക്കുമല്ലേ. ഇനി പാറു വാ തുറന്നു. ഹായ് ആന്റി. ഹായ് മെർലിൻ. മെർലിൻ ചേച്ചി ഞാൻ നേരത്തെ കണ്ടപ്പോഴേ മെർലിൻ ചേച്ചി ഈ ഡ്രസ്സിലല്ലായിരുന്നല്ലോ. നല്ല സ്റ്റൈലുള്ള ഡ്രസ്. താങ്ക് യു. നീ ചുമ്മാ വല്ലവരുടെ ഡ്രസ്സിന്റെ ഭംഗി നോക്കിക്കൊണ്ടിരിക്കാതെ പോയി 4 അക്ഷരം എടുത്ത് വെച്ച് പഠിക്കാൻ നോക്കടേ. ഞാൻ കുറച്ചു നാള് ഭംഗി നോക്കി ഇരുന്നു പോയി. മെർലിൻ, നീ ഇങ്ങേക്കാ വന്നതാ? ഏയ് അല്ലല്ല, ഞാൻ എന്റെ റിലേറ്റീവിന്റെ വീട്ടിൽ പോയതാ. ബാംഗ്ലൂരിലെ കമ്പനി ഇല്ലേ, അത് അവരുടെ. ഓ, നീ ബാംഗ്ലൂർ പോறல? அப்படினா எங்களெல்லாம் மறப்பியா? ഇല്ല. ദിവസം 3 നേരം ഓർക്കും, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. ഒരു കാര്യം ചെയ്യും, ഒരു ഫോട്ടോ കൊടുത്തു വിടും. എല്ലാ ദിവസവും രാവിലെ എന്റെ ഫ്രണ്ട് ഇന്ന് 2 ചന്ദ്രത്തിനെയും കത്തിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അല്ല പിന്നെ എന്റെ കനകാണ്ടി ഈ പൈസ ഉള്ളവന്മാരൊന്നും അറിഞ്ഞൂടെ? ഈ നന്ദി നദ്രാണില്ലാത്ത ടീമുകളാണ്, അത് സ്മരണ കാണൂല. ശിവ, എന്താണ് ഭയങ്കര ബിസിയാന്നൊക്കെ അറിഞ്ഞല്ലോ. ബാംഗ്ലൂര് പോകുന്നതിന്റെ ഓരോ തിരക്കാ. കേശു, നീ പറഞ്ഞതുപോലെ നീ എനിക്ക് തന്ന എല്ലാ ഗിഫ്റ്റും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ തന്നൊക്കെ തിരിച്ചോ? എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എടുത്തോണ്ട് വരാം. മെർലിനെ എന്തുവാടോ ഇത്, ഗിഫ്റ്റ് കൈമാറ്റോ? നിങ്ങൾ എന്ത് ഭാവിച്ചിട്ടാ? രണ്ടുപേരുടെയും ഭാവി ആലോചിച്ചിട്ടാ ശിവ. അതെ പറ. താൻ എനിക്ക് ഇത്രയും കാലം മേടിച്ചു തന്നുള്ള എല്ലാ സാധനങ്ങളും ഈ ബാഗിനകത്തുണ്ട്. താൻ എനിക്ക് അന്ന് മേടിച്ചു തന്ന 3 ബ്രാൻഡഡ് ജീൻസ്, അത് കഴിഞ്ഞ് ഒരു മേടിച്ചു തന്ന 2 പൂക്കളുള്ള ഷർട്ട്, അത് കഴിഞ്ഞ് ഇവിടെ മറണ്ടറയിൽ പോയപ്പോൾ കാറ്റടിച്ചപ്പോൾ മേടിച്ചു തന്ന ഒരു ബെർമുടയും ഒരു ഷർട്ടല്ല ബനിയൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ മേടിച്ചു തന്ന ഒരു സെറ്റായിട്ട് മേടിച്ച ഒരു 6 ടീഷർട്ട്, പിന്നെ 2 പെർഫ്യൂം, 3 സോപ്പ്. അതിനകത്ത് ഒരു സോപ്പ് പകുതി തേച്ച് കുളിച്ച് തീർന്ന്, പകുതിയേ ഉള്ളു. നമ്മളോട് അതിനെ കുറ്റം പറയില്ല, വേണമെങ്കിൽ അടുത്ത സോപ്പ് ഞാൻ മേടിച്ചു തരാം. പിന്നെ പല്ലിയൊക്കെ മേടിച്ചത്, ടങ് ക്ലീനർ, പേസ്റ്റ്, ഇതെത്രയുണ്ട്. തീർന്നിട്ടില്ല. പിന്നെ നീ അന്ന് എൻ്റെ മുഖം കണ്ടപ്പോൾ മുഖത്ത് കരുവാളിപ്പുണ്ടെന്ന് പറഞ്ഞ് മേടിച്ചു തന്ന ക്രീം, പിന്നെ വേറെന്തായിരുന്നു, സൺസ്ക്രീന്, എല്ലാം ഉണ്ട്. ഷൂസ്, ബെൽറ്റ്, അതുകൊണ്ട്. അപ്പൊ നീ ഈയിടെ ഇട്ടിട്ടുണ്ടെന്ന ജീൻസ് ഒക്കെ ഒഴിവാക്കി തന്നാണോ? നീ മേടിച്ചു തന്നേക്കണോ? എനിക്കില്ലല്ലേ. ആ, പിന്നെ അവളെ മേടിച്ചു തന്നെയല്ലേ. പിന്നെ ഒരു ബെൽറ്റിന്റെ കേസ് പറഞ്ഞില്ലേ, മറ്റേ ബ്രൗൺ ബെൽറ്റ് ആണോ? ആ, ഫ്രണ്ടിൽ സിംഹത്തിന്റെ പടം ഉള്ളത്. അതിന് നല്ല വിലയില്ലേ? ഉണ്ട്. നമ്മൾ കൊടുക്കാതിരിക്കാൻ പറ്റൂ? ഒരു ബന്ധം മുറിക്കുമ്പോ ഇത് വേരോടെ മുറിക്കണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. ആ, താൻ പുതിയ ഫോൺ മേടിച്ചപ്പോ തന്റെ പഴയ ഫോൺ എനിക്ക് തന്നായിരുന്നല്ലോ. ആ, ഇരിക്കട്ടെ. 1 ലക്ഷം 1.5 ലക്ഷം എന്റെ വിലയാണെന്ന് എനിക്കറിയണ്ട, തന്റെ ഇരിക്കട്ടെ. ഇത്രേ ഉള്ളൂ. கேசு, இந்த போன் நாங்க பார்க்கவே இல்லையே. நானும் பார்க்கவே இல்லையே. ഇത് എവിടുന്ന്? ഞാൻ കാണിച്ചിട്ടില്ല, അതുകൊണ്ട് പാത്തിട്ടില്ല. അത്ര തന്നെ. ചേട്ടാ, മെർലിൻ ചേച്ചി മേടിച്ച സാധനങ്ങളെല്ലാം തിരിച്ചു കൊടുക്കുവല്ലേ? ആ, കണ്ടില്ലേ ഇരിക്കണത്, കൊടുക്കുന്നു. അപ്പൊ മെർലിൻ ചേച്ചി വാങ്ങിച്ച ഫുഡൊക്കെ എന്ത് ചെയ്യും? ഞാനിപ്പോ പറഞ്ഞ മാറും. ഉണ്ടായിരുന്നു പിരിപ്പ. കേശുവേ, ഇതെല്ലാം കൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം ഉണ്ടല്ലോടാ. കേശു അന്നും ഇന്നും ലക്ഷങ്ങളുടെ മുമ്പിൽ വീഴാറ്. ചേട്ടാ, ഈ ഡ്രസ്സെല്ലാം കൂടെ കൊടുത്തു വിട്ട് കഴിഞ്ഞാലേ ചേട്ടൻ നാളെ എന്തോ ഇടും? കേശു, അപ്പൊ ഞാൻ തന്നതെല്ലാം നീ തിരിച്ചു വെച്ചില്ലേ? ഇനി നീ തന്ന ഞാൻ തരാം. ദാ, ഒരു മിനിറ്റ്. ആ, ഇത് നീ പെറ്റ് പെരുകൂന്ന് പറഞ്ഞ് എനിക്ക് തന്ന മയിൽപ്പീലി. ഇതുവരെ പെറ്റിട്ടില്ല. എത്ര മാസമായി തന്നിട്ട്? ഒരു 8 മാസം ഉണ്ടാവും. 2 മാസം കൂടെ വെയിറ്റ് ചെയ്യാറുണ്ട്. ദാ, ഇത് നീ ഏതോ ഉത്സവത്തിന് പോയി വന്നപ്പോ കൊണ്ടുവന്ന കുപ്പിയോളാം. പിന്നെ മിഠായി കവറ്. ഞാൻ ബൊമ്പെ ഉണ്ടാക്കാൻ തന്നില്ലേ, പൂമ്പാറ്റ. ആ, പൂമ്പാറ്റ ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കാറില്ല. ദാ, ഇത് നീ ബനാറസിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിന്ന് പറഞ്ഞ മുത്തുമാല. മുത്തുമാല ഇങ്ങോട്ട്. പിന്നെ പടവലത്തെ കാണാൻ ഭംഗിയുള്ള ഇല. വേറെ ഇത് നീ പടവലത്ത് വീണ് കിട്ടിയതാന്ന് പറഞ്ഞ രുദ്രാക്ഷം. ദാ, ഇത് 500 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞ് നീ എനിക്ക് തന്ന പടവലത്തെ കിണ്ടി.
അമ്മൂമ്മയുടെ അമ്മ കഞ്ഞി കുടിച്ചോണ്ടിരുന്ന സ്പൂൺ എന്റെ ബർത്ത്ഡേക്ക് വന്നത്. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കിണ്ടി. അയ്യേ ആന്റി, ഇതല്ലേ അമ്മൂമ്മ കാണാണ്ട് എന്ന് പറഞ്ഞ കിണ്ടി? അതേതാ? ചേട്ടാ, അടിച്ചു മാറ്റിയ കിണ്ടി, പിന്നെ ഉത്സവപ്പറമ്പിൽ നിന്ന് വാങ്ങിച്ച വള, ഞാൻ തിന്ന ചോക്ലേറ്റിന്റെ കവർ. പൈസ കൊടുത്ത് വാങ്ങിച്ചൊന്നും ഇല്ലേ? പൈസ കൊടുത്ത് വാങ്ങാനായിട്ട് കയ്യിൽ പൈസ വല്ലതും വേണ്ടേ? മെറിൻ ചേച്ചി രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച മതി. ഞാൻ കാശ് കൊടുത്ത് മേടിച്ചു കൊടുത്ത സാധനം ഉണ്ടറി. അത് മാത്രം അവൾ ഇതുവരെയായിട്ടും തന്നിട്ടില്ല. അല്ലാതെ 10 പൈസക്ക് വിലയില്ലാത്തുള്ള എല്ലാ സാധനവും തന്നിട്ടുണ്ട്. ഞാൻ തന്ന സ്വർണ്ണ മോതിരം എവിടെ? അതെന്റെ തന്നെ ഉണ്ട്. കണ്ടാ? കണ്ടല്ലോ, അത് മാത്രം തന്നിട്ടില്ല. ആക്രി മൊത്തം തന്നു. മെറിലിനെ, ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, ഇതവൻ ഒറ്റയ്ക്ക് വാങ്ങിയതല്ല. ഞങ്ങൾ കുടുംബക്കാരെല്ലാവരോടും പിരിവിട്ട് വാങ്ങിയതാണ് കേട്ടല്ലോ. അതെനിക്ക് അന്നേ അറിയായിരുന്നു. തരണുണ്ടോ? എനിക്ക് അബദ്ധം പറ്റിപ്പോ. ഞാൻ എൻ്റെ സഹോദരങ്ങളെ മറന്ന് കളിച്ച് ഇല്ല കണ്ണി കണ്ടവർക്കും കൊണ്ട് സ്വർണ്ണമോതിരം മേടിച്ചു. നിങ്ങളെ പാറുവേ, ഞാൻ കൈ നീട്ടോ. ഇതെന്റെ മക്കളുടെ കൈ കിടക്കട്ടെ. മക്കൾക്ക് ഇതുവരെ ഏട്ടൻ മുട്ടായി മാത്രമല്ലേ മേടിച്ചു തന്നിട്ടുള്ളൂ. ഇത് എന്റെ മക്കൾക്ക് ഏട്ടൻ്റെ ആണ്. താങ്ക് യു. എല്ലാത്തിനും എന്റെ കൈ ചെല്ലണം. ഒരെണ്ണം ഒരു വക ചെയ്യത്തില്ല. അത് ഇങ്ങോട്ട് എടുത്തു വെക്കുന്നൊരു താമസമേ ഉള്ളൂ. പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. ആ, ഇവിടെ വന്നിരിക്കുവാന്നോ? നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നേ? ഒന്നുമില്ലമ്മോ, എനിക്കൊരു കട്ടൻ ചായ ഇട്ട് തരും. എടാ, നിനക്ക് ഇപ്പോഴല്ലേ കനകം കട്ടൻ ചായ കൊണ്ട് തന്നേ? അത് സംസാരിച്ചിട്ടുണ്ടെന്ന കൂട്ടത്തില് തണുത്തുപോയി. ഒരെണ്ണം ഇട്ട് തരാൻ പറഞ്ഞ ഇട്ട് തരിക. ഇതൊക്കെ എന്തിനാ പിന്നെ ചോദിക്കണത്? എടാ, നീ എന്ത് വരട്ടി ചായ അടുപ്പിക്കാൻ നോക്കാന്നോ? നിന്റെ അപ്പൂപ്പനെ വരട്ടിട്ടില്ല, പിന്നെ നീ ഒരു ചായ ഇട്ട് തരൂ. അമ്മൂമ്മ, ഞാൻ ഇവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോവാ. എന്തെങ്കിലും കൂടി പോയി കഴിഞ്ഞാൽ അമ്മൂമ്മയ്ക്കൊന്നും തോന്നരുത്. ഇവനോടല്ലേ സംസാരിക്കുന്നത്? ഒട്ടും കൂടി പോകത്തില്ല. മോള് ധൈര്യമായിട്ട് സംസാരിച്ചു. എടാ കേശു, നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നല്ലേ. ഞാനിപ്പോ ഒരു ജോലി കിട്ടി പിടിച്ചു നിൽക്കാനാ നോക്കുന്നത്. നിനക്ക് അതിന്റെ ഇടയിൽ സെറ്റിൽ ആവാൻ പറ്റുമെങ്കിൽ നമുക്ക് അപ്പൊ ആലോചിച്ച് മുമ്പോട്ട് പോവാം. ഇതിപ്പോ നീയാ കൂടുതൽ ഷോ കാണിക്കുന്നേ. ലാസ്റ്റ് എന്നെ വിളിച്ച് കരയാൻ നിക്കല്ലേ. എന്തോ എന്നെ വിളിച്ച് കരയാൻ നിക്കല്ലേന്ന്? കരയാൻ? ഞാൻ ബാലേന്ദ്രൻ തമ്മിയുടെ മോനാണ്. അങ്ങനെയൊന്നും നമ്മള് കരയില്ല. അല്ല പിന്നെ നിങ്ങളുടെ പടവലത്ത് ഒരു രുദ്രാക്ഷമരം നിപ്പുണ്ട്. 2 ആള് പിടിച്ചാ കുലുങ്ങാത്ത സാധനം. അതനങ്ങിയാ കേശു അനങ്ങും. എന്ന് വെച്ചാ കല്ല് പോലെ നിൽക്കും. കല്ല് പോലെ നിൽക്കും. ചക്ക നിർത്ത കേട്ടോ. നീ ഒരുപാട് ഓവറാവല്ലേ. നിനക്ക് അച്ഛന്റെ അതേ സ്വഭാവമാണ്. 4 ആള് കുടുംബത്തേക്കും കിടന്ന് അട്ടഹസിക്കാനും പെരുമ്പറ മുഴക്കാനും മാത്രം നിനക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് ഈ കൊച്ചങ്ങാൻ ഇട്ടിട്ട് പോയിട്ട് നാളെ വന്ന് അയ്യോ ശിവ മെറിലും പോയി, അയ്യോ ശിവ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മൂക്കളെ ഒലിപ്പിച്ച് കരയാനാണ് നിന്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ, യേശുവേ നീ പറഞ്ഞല്ലോ നേരത്തെ പടവലത്ത് മറ്റേ രുദ്രാക്ഷ മരം, അതുപോലെ നിപ്പ ഞാനങ്ങ് നിൽക്കും. എന്റെ വായിലേക്ക് നീ കേൾക്കുകയും ചെയ്യും. കരയല്ലേ? പണ്ടത്തെ കേശു ചിലപ്പോ കരയായിരിക്കും. ഇപ്പൊ അതൊന്നുമില്ല. കല്ലുപോലെ നിൽക്കും, അത്ര തന്നെ. അയ്യേ, അപ്പൊ പണ്ട് നീ കരഞ്ഞിട്ടുണ്ടോ? പിന്നെ അപ്പുറത്തെ വീട്ടിലെ സർല ചേച്ചിയുടെ പട്ടിയില്ലേ, ആ പട്ടി മോങ്ങുന്ന പോലെ കിടന്ന് മോങ്ങും. അയ്യേ, പണ്ടേ എനിക്ക് പളുങ്ക് മനസ്സായിരുന്നു. അതിന്റെ പ്രശ്നമാണ്. ഇപ്പൊ കല്ലാണ്, കല്ല്. യോ, ഇനിയെങ്കിലും എനിക്ക് കുറച്ച് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ, ഫ്രീഡം കിട്ടുമല്ലോ. എന്തൊക്കെയായിരുന്നു അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല. അലീന ഫ്രാൻസിസിനെ ഒന്ന് വിളിക്കണം. ഗുജറാത്തിലല്ലേ, ഗുജറാത്ത് വരെയൊക്കെ ഒന്ന് പോണം. പിന്നെ ഹരിത വീട്ടിലോട്ട് വരട്ടാന്ന് ഇടയ്ക്ക് ചോദിച്ചായിരുന്നു. നമുക്ക് വരാ സ്വസ്ഥമായിട്ട് പറയാൻ പോലും പറ്റില്ലല്ലോ. ഇങ്ങനെ പറയരുത്, വിളിക്കരുത്, നോക്കരുത്. ഇനി ആ പ്രശ്നമില്ലല്ലോ. അപ്പൊ വലിയൊരു കല്ലെടുത്ത് മാറ്റി വെച്ചോ. டே கேசு, நீ என்ன சொல்லிட்டு வர? என்ன பிரச்சனையா இருந்தாலும் பேசி சால்வ் பண்ணிக்கலாம். நீங்க முதல்ல பேசுங்க. പേശി ഇപ്പൊ അങ്ങ് സോൾവ് ആവും. കനാൻഡി എവള് പറഞ്ഞേക്കെ എനിക്ക് മനസ്സിലായി. 4 വർഷം കഴിയുമ്പോ എന്താണ് അവസ്ഥ നോക്കിയിട്ട് ബാക്കി കാര്യം മുമ്പോട്ട് പോവാന്നല്ലേ.
ആ 4 വർഷത്തിനുള്ളിൽ ഞാൻ എന്തോ ആവണമെന്ന് നമ്മളിപ്പോ പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ഒരു പുല്ലും ആവാൻ പോണില്ല. ചെക്ക നിന്റെ വായിൽ ഒതുങ്ങുന്നത് മാത്രം ഇവിടെ പറഞ്ഞാ മതി കേട്ടല്ലോ. കേശു, ഞാൻ നിന്റെ അമ്മൂമ്മയാ, മനസ്സിലായല്ലോ. കാലം മാറി, പിള്ളേരല്ലേ, അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചപ്പോഴേ നീ കൂടുതൽ ഷോ കാണിക്കല്ലേ കേട്ടാ. ഷോ കാണിക്കണത് ഞാനാണ് അമ്മൂമ്മ. അമ്മൂമ്മ പറ, ഷോ കാണിക്കണ ഞാനാണാ? എവളല്ലേ ഷോ കാണിക്കണേ? അവളല്ലേ കേട്ട ഷോ മൊത്തം കാണിക്കണേ? അയ്യാ, അതെ, ഈ വസ്തുവിന്റെ വകയുടെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ കോടിക്കണക്കിന് സ്വത്ത് നമുക്കുണ്ട്, പറമ്പായിട്ട് കിടപ്പുണ്ട്, മൊത്തം കാട് പിടിച്ച് കിടക്കണ്. ഇത്ര തന്നെ. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തെ കാട് പിടിച്ച് കിടക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് കഴിവില്ലാത്തോണ്ടാ. അത് പറയുമ്പോ കുടുംബക്കാര് കയറും, പിടിക്കൂല, ഇറങ്ങി പോകാൻ പറയേണ്ടവരും. കേശുവേട്ടാ നിർത്തിക്കോ, ഇത് കുറച്ച് ഓവറാണേ. கேசு கொஞ்சம் ஓவர் தான். என்னடா இது இந்த மாதிரி எல்லாம் பேசிட்டு போற? மெர்லின் நம்ம வீட்டு பொண்ணு தானே. നമ്മ വീട്ടിൽ പൊണ്ണ് ഇന്നത്തോടെ തീർന്ന് കഴിഞ്ഞ്. ഇത്ര തന്നെ. മെർലിനെ, ഞാൻ നിന്നോട് ഒരൊറ്റ കാര്യം ചോദിച്ചു. നിന്റെ ഡാഡിയും മമ്മിയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നിരിക്കട്ടെ, നിനക്ക് പിന്നെ എന്നാ ഉണ്ട്? നീ സ്വന്തമായിട്ട് മേടിച്ച ഒരു ഉടുപ്പ് പോട്ട് ഒരു ഹെയർ ക്ലിപ്പെങ്കിലും ഉണ്ടോ നിനക്ക്? ഇല്ലല്ലോ. അതാ സ്ഥാനത്ത് എന്നെ, പിന്നെ അല്ലേലും ഓട്ടക്കാരനാണല്ലോ. പക്ഷേ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ ഞാൻ കൂലിപ്പണി, കാറ് കഴിയും, എങ്ങനെയും ഞാൻ ജീവിക്കും, പണിയെടുത്ത് ഞാൻ ജീവിക്കും, കുഴപ്പമില്ല. പക്ഷെ നീ എന്ത് ചെയ്യും? പറ, എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ശരിയടാ, ഞാൻ ഒന്നുമല്ല, ഞാൻ ഓട്ടക്കാലിനെയാണല്ലോ. ഇനി മേല എന്നെ കാണാനോ വിളിക്കാനോ നിന്നേക്കരുത്. ഞാൻ പോവാ. കേശുവേട്ടാ, മെർലിൻ ചേച്ചി പോയി. അവള് പോട്ട്, ഇത് നീയും പോണോ? മെർലിന, നിന്നൊരു കാര്യം പറയട്ടെ. തന്നോട് നിക്കാല്ലേ പറഞ്ഞേ? താന്ന് നിന്റെ ഒരു കാര്യം ഒന്ന് ഞാൻ പറഞ്ഞോട്ട്. എന്താ എന്താ ചോദിച്ചിട്ട് അങ്ങനെ പോയാ? മെർലിനെ, എന്താ? ഞാൻ നിന്റെ അടുത്ത് എന്റെ കൂടെ എപ്പോഴും അങ്ങ് നിക്കാല്ല പറയണേ. ഒരു 5 മിനിറ്റ് നില്ല്. എന്തിന്? ഒരു കാര്യം പറയാല്ല അവനെ വേറെ തന്നെ. അല്ലേ, ഇവിടെ എന്നാ ശരി, ഇങ്ങോട്ട് വന്ന് ഒന്ന് പാടോ. തന്നെ ഞാൻ ഇവിടെ ജീവിക്കാൻ വിളിക്കൊന്നുമല്ലല്ലോ. ഒന്ന് വന്ന് ഇവിടെ നിന്നൂടെ? എന്താ എന്ത് നോക്കണേ? ഒരു ബിസിനസ്സുകാരനെ കണ്ടപ്പോ കണ്ണങ്ങ് മഞ്ഞച്ചോ അല്ലേ? ഇവിടെ ഉണ്ടല്ലോ കാശും പണമൊക്കെ ആവശ്യത്തിൽ കൂടുതൽ. എന്നിട്ട് ഇനിയും വേണോ എനിക്ക്? ഇത്ര ആർത്തിയാ? ഒരു മനുഷ്യനായാലും ഇത്ര ആർത്തി പാടില്ല കേട്ടാ മെർലിനെ. എനിക്ക് ആർത്തിയാ. എനിക്ക് ഇനിയും വേണം, കാറും ലോറിയും പൈസ ഒക്കെ വേണം, ഒരു കോടീശ്വരനായ ഹസ്ബൻഡിനെ വേണം. നിന്നെ കൊണ്ടേ ഒന്നും നടക്കില്ല. നീ വെറൊരു ചീള് ചെക്കന. ഞാൻ നിന്നെ മനപ്പുറം തന്നെ തേച്ചതാ. ഒന്ന് പോയി തരുമോ? പോയി തരാൻ നിനക്കൊരു കാര്യം അറിയോ? നീ എന്നെ കളഞ്ഞിട്ട് പോയാലേ കേശുവിന് പുല്ല്. കേശുവിന് വീട്ടുപേരും പളപ്പും കാണിച്ചാൽ മാത്രം മതി. എന്റെ അമ്മൂമ്മയടുത്തെ ഒരു 4 വർഷം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞുണ്ടല്ലോ, അമ്മൂമ്മന്ന് വിളിച്ചാ മതി. പ്രൊഫസർ, ടീച്ചർ, പിന്നെ ലോയർ എന്ന് വേണ്ട, നിരന്ന് നിൽക്കും കേശുവിന്. അതുകൊണ്ട് എനിക്ക് നിന്റെ ആവശ്യമില്ല. ശരി, എന്നാ പിന്നെ അവരുടെ കൂടെ പൊക്കൂടെ? എന്നൊന്ന് വെറുതെ വിട്ടൂടെ നിനക്ക്? പിന്നെ വെറുതെ വിട്ടൂടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കേശു? നിന്നെ മനപ്പൂർവ്വം തന്നെ തേച്ചതാ. പിന്നെ അപ്പൊ താൻ ചതിക്കായിരുന്നല്ലേ? ഞാൻ ചതിപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെയാ. ചതിപ്പെടാതിരിക്കല്ലേ മെർലിനെ? കേശു, നിന്റെ ഈ വിളിയിലൊന്നും ഞാൻ വശമതി ആവില്ല. എനിക്ക് പോണം. നിന്റെ ഭാഷ പറഞ്ഞ എന്റെ ജീവിതം നിറം പിടിപ്പിക്കാൻ എനിക്ക് പോയേ പറ്റൂ. നീ അപ്പൊ നാടകീയമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയല്ലേ? നിന്റെ കൂടെ കൂടിയ പിന്നെ വന്നൊരു വൃത്തിയായിട്ട സ്വഭാവം, അത് ഡ്രാമ. അല്ല, നീ അടുക്കളയിൽ കിടന്ന് എന്തൊരു ഷോ കാണിച്ചേ? പറഞ്ഞ വാക്കിനെ വില വേണം. ഞാൻ നിന്റെ കാല് പിടിക്കാം, എന്നൊന്ന് വെറുതെ വിട്ടുതരോ? താനീ പറഞ്ഞൊക്കെ സീരിയസ് ആയിട്ടാണ്? അതെ. എന്നാ ഞാൻ സമ്മതിച്ച്. എന്ത്? ഞാൻ ഒരു ഓട്ടക്കാളനെയാണ് മെർലിനെ. എൻ്റെ നിനക്ക് തരാൻ പ്രത്യേകിച്ച് വേറൊന്നും കാണൂല. പക്ഷെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ വലിയ ബിസിനസ്സുമാനും അല്ല. നിനക്കൊരു കാര്യം അറിയോ? എൻ്റെ അച്ഛൻ എല്ലാം ഉണ്ടായിട്ടും എല്ലാം ത്യജിച്ച് ഇവിടെ വന്ന് സ്നേഹത്തിന് വേണ്ടി മാത്രം ജീവിച്ചൊരു മനുഷ്യനാണ്. അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം
ഒന്നും ഇല്ലാത്തവനെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് കാണുമല്ലോ. ആ ഒന്നും ഇല്ലാത്തവനെ വേറൊരാൾ സ്നേഹിച്ച ആ സ്നേഹമാണ് യഥാർത്ഥമായ സ്നേഹമെന്ന്. അങ്ങനെയാണ് മെറിലെ നിന്നെ ഞാൻ സ്നേഹിച്ചത്. സത്യം പറയാല്ല, പൊന്നു മെറിലെ, സത്യമായിട്ട് നിന്നെ അത്ര ഞാൻ സ്നേഹിച്ചു പോയി. അതുകൊണ്ടാണ് എന്നെ പറയണ, നീ ഒന്നും മനസ്സിലാക്ക്. നിനക്ക് തരാൻ വേറൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ എന്നെ തിരിച്ച് സ്നേഹിക്കില്ലെന്ന് മാത്രം പറയല്ലേ. എനിക്ക് ഇല്ല 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 നീ പോലെന്ന് പറയേ. എടാ ഞാൻ നിന്റെ പ്രശ്നം സോൾവ് ആവുമെന്ന് പറയാതെ ഞാൻ ഇവിടെ നയിക്കൂല. ഞാൻ നിന്നെ അങ്ങനെ ഇട്ടിട്ട് പോവോ? നോക്ക്, നീ ലൈഫിൽ കുറച്ച് സീരിയസ് ആവാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചേ. സീരിയസ് ആവാനാ? ആ, ഒരു വാശിക്ക് നീ തന്ന എല്ലാ സാധനങ്ങളും ഞാൻ തിരിച്ചു തന്നു. പക്ഷെ നീ എനിക്ക് തന്ന മോതിരമില്ലേ, അത് തരാൻ എനിക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായില്ല. അതല്ല, നീ അത് തന്നപ്പോ അത് ഞാൻ നമ്മുടെ എൻഗേജ്മെന്റ് റിംഗ് ആയിട്ടാ കൺസിഡർ ചെയ്തത്. കേശു, അതാ നീ എന്റെ നൂരി മേടിച്ചേ. മര്യാദയ്ക്ക് അത് മേടിച്ച് എന്റെ വിരലിലിട്ട് തന്നോ. ഇല്ലെങ്കിൽ കേശു നാ എന്റെ വീട്ടിൽ പോടാ. ശിവ, മക്കളെ, ചേട്ടനാണ്. ആരോട് പറഞ്ഞു നാട്ടിക്കല്ലേ.